വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എഡു വേൾഡ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ 5th സ്റ്റാൻഡേർഡിൽ ഫസ്റ്റ് ചാപ്റ്റർ പഠിച്ചിരുന്നു അല്ലേ, ലൈൻസ് ആൻഡ് സർക്കിൾസ് എന്നുള്ള. അതിൻ്റെ ബാക്കി കുറച്ച് ഭാഗങ്ങൾ കൂടി നമ്മൾ പെൻഡിങ്ങിൽ വെച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. നമുക്കത് ഇന്ന് പഠിക്കാം കേട്ടോ. എല്ലാവരും റെഡി അല്ലേ? ഓക്കെ. ഇവിടെ ഫസ്റ്റ് കൊടുത്തിരിക്കുന്നത് കുറച്ച് പിക്ചേഴ്സാണ്. ഈ പിക്ചേഴ്സിൻ്റെ ലെങ്ത്ത് നിങ്ങൾ മെഷർ ചെയ്തിട്ട് അതേപോലെ പിക്ചേഴ്സ് നിങ്ങൾ നോട്ടിൽ വരക്കാനാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, all the lines in the pictures below are of 3 centimeters length. Draw and color them. അത് വരച്ചിട്ട് 3 centimeters ഉള്ള പിക്ചറാണ്. അത് വരച്ചിട്ട് നിങ്ങളെ നോട്ട്ബുക്കിലേക്ക് കളർ ചെയ്യാനാണ് പറയുന്നത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താ? Draw the first picture with the length as shown and then color it as in the second picture. ഫസ്റ്റ് പിക്ചറിൻ്റെ ലെങ്ത് ഒക്കെ നോക്കിയിട്ട് അതേപോലത്തെ പിക്ചർ വരച്ചിട്ട് കളർ ചെയ്യാനാണ് പറയുന്നത്. തേർഡും ഡ്രോ ദിസ് പിക്ചർ. അപ്പോൾ ഫസ്റ്റിലത്തത് എന്താണ്? 2D പിക്ചറാണ് അല്ലേ. അതിൻ്റെ ലെങ്ത്തും ബ്രെഡ്ത്തും മാത്രമുള്ള പിക്ചറാണ്. സെക്കൻഡ് തേർഡും എന്താണ്? 3D ആണ്, 3D പിക്ചേഴ്സാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും അത് വരച്ച് നോക്കൂലേ? ഓക്കെ. ഇനി നെക്സ്റ്റ് എന്താണ് പറയുന്നത്? നെക്സ്റ്റ് നമ്മൾ ഈ പാഠത്തിൻ്റെ പേരെന്താ? ലൈൻസ് ആൻഡ് സർക്കിൾസ്. അപ്പോൾ ലൈൻസിനെ കുറിച്ച് മാത്രമേ നമ്മൾ പഠിച്ചുള്ളൂ. ഇനി സർക്കിൾസിനെ കുറിച്ച് പഠിക്കണം. അപ്പോൾ അതാ സർക്കിൾസ് മാത്ത് എന്നാണ് ഈ ഭാഗത്ത് പറയുന്നത്. ഇവിടെ എന്താ ചോദിക്കുന്നത്? ഇസിൻറ്റ് ഈസി ടു ഡ്രോ എ സർക്കിൾ. ഒരു സർക്കിൾ വരക്കാൻ ഈസി ആണോ എന്നാണ് ചോദിക്കുന്നത്. എങ്ങനെ ഈസി ആണോ? നമ്മളെന്താ ഒരു സർക്കിൾ വരക്കാൻ പറഞ്ഞാൽ ആദ്യം ചെയ്യുക? നമ്മൾ കയ്യിലുള്ള കോയിനോ അല്ല വല്ല ബോട്ടിലിൻ്റെ ടോപ്പോ ക്യാപ്പോ ഒക്കെ എടുത്തിട്ട് വരച്ചിക്കും അല്ലേ. വി ക്യാൻ യൂസ് കോയിൻസ് ഓർ ബോട്ടിൽ ക്യാപ്പ്. നമ്മൾ ബോട്ടിലിൻ്റെ ക്യാപ്പോ അല്ലെങ്കിൽ കോനോ വെച്ചിട്ട് വരക്കും. അതാണ് ഏറ്റവും സ്മോളറായിട്ട് നമ്മൾ വേഗം ഈസിയിൽ വരക്കാം. പിന്നെ അതിനേക്കാൾ ബിഗ്ഗറായിട്ടുള്ളത് വേണമെങ്കിൽ എന്താ ചെയ്യാം? പെൺകുട്ടികളൊക്കെ ആണെന്നെങ്കിൽ കയ്യിൽ വളയുണ്ടെങ്കിൽ അതിനെ കൊണ്ട് വരക്കും. അല്ലെങ്കിൽ വേറെതെങ്കിലും കുറച്ച് വലിയ ബോട്ടിലിൻ്റെ ലിഡ് എടുത്തിട്ട് വരക്കും അല്ലേ. ഇഫ് യു വാണ്ട് ബിഗ്ഗർ സർക്കിൾ ദെൻ എ ബാങ്കിൾ ഓർ ദ ലിഡ് ഓഫ് എ ടിൻ. അല്ലെങ്കിൽ ടിന്നിൻ്റെ ലിഡോ അത് നമ്മൾ യൂസ് ചെയ്യും. അപ്പം നമ്മൾക്ക് ഇങ്ങനെയല്ലാണ്ട് നമ്മൾ മാത്തമാറ്റിക്കൽ ഒരു ജോമെട്രിക് ടൂൾ യൂസ് ചെയ്തിട്ട് നമ്മൾ വരക്കുന്നുണ്ട്. ദർ ഇസ് എ ടൂൾ ഇൻ എ ജോമെട്രിക് ബോക്സ് ടു ഡ്രോ എ സർക്കിൾ ഓഫ് എനി സൈസ് വി വാണ്ട്. നമുക്ക് ഏത് സൈസിലുള്ള സർക്കിളും അതിനെ കൊണ്ട് വരക്കാൻ പറ്റും. നമ്മളിപ്പോൾ കോയിൻ എടുത്താൽ ആ കോയിൻ്റെ സൈസിലുള്ളത് മാത്രമേ നമ്മൾക്ക് വരക്കാൻ പറ്റുള്ളൂ. പക്ഷെ എന്താണ്, ഈ ജോമെട്രിക് ബോക്സിലെ ഈ ടൂളിന് പറയുന്ന പേരെന്നാണ് കോമ്പസ് എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ അത് യൂസ് ചെയ്തിട്ട് നമ്മൾക്കിപ്പോൾ എത്ര മെഷർമെൻറ്റിലുള്ള ലെങ്ത് എടുത്തിട്ടാണോ വരക്കേണ്ടത് അത്രയും സെൻറ്റിമീറ്ററിൽ നമുക്ക് വരക്കാൻ കഴിയും. ഓക്കെ, ആ ഉപകരണമാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, ഇതിൽ കാണിച്ചിട്ടുണ്ട് ഒരാൾ ചെയ്യുന്ന ഒരു പിക്ചർ കോമ്പസ് വെച്ചിട്ട് വരക്കുന്നതാണ്. അപ്പോൾ ആ കോമ്പസ് എങ്ങനെ നമ്മൾ യൂസ് ചെയ്യാം? ആ കോമ്പസിൻ്റെ സൈഡിൽ നമുക്ക് പെൻസിൽ ഫിറ്റ് ചെയ്യാനുള്ള ഒരു പ്ലേസ് ഉണ്ട്. അപ്പോൾ അവിടെ പെൻസിൽ വെച്ചിട്ടാണ് നമ്മൾ വരക്കുക. അതേപോലെ ഈ പിക്ചറിൽ എന്ത് കാണിച്ചിട്ടുണ്ട്? ഒരു കുട്ടി കാലിനെ കൊണ്ട് വരക്കുന്ന ഒരു പിക്ചർ കാണിച്ചിട്ടുണ്ട് അല്ലേ. ഇങ്ങനെ ആ കാലിനെ കൊണ്ട് ഇങ്ങനെ സർക്കിൾ വരക്കുന്നു. അപ്പോൾ എന്ത് വേണം? ഈ കാലിൻ്റെയും ആ കാല് ഫിക്സ് ചെയ്ത ആ സ്ഥലത്തിൻ്റെതും അയാൾ വരച്ച് കഴിയുന്നത് വരെ എന്തായിരിക്കും? സെയിം ഡിസ്റ്റൻസ് ആയിരിക്കണം. എങ്കിലും മാത്രമേ നമുക്ക് നല്ല സർക്കിൾ കിട്ടും അല്ലേ. അപ്പോൾ അതേപോലെ എന്താണ് ഈ കോമ്പസിനെ കൊണ്ട് നമ്മൾ വരക്കുമ്പോഴും കോമ്പസും ആ പെൻസിലും തമ്മിലുള്ള ഡിസ്റ്റൻസ് സെയിം ആയിരിക്കണം. നമ്മൾ ആ സർക്കിൾ കംപ്ലീറ്റ് വരച്ച് കഴിയുന്നത് വരെ കോമ്പസ് ഫിക്സ് ചെയ്തതും ആ പെൻസിൽ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്ന ആ ലെങ്ത്ത് സെയിം ആയിരിക്കണം. അതാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഈ പിക്ചറിൽ കാണിച്ചിട്ടുണ്ടാവും. ഇവിടെ ഈ ഒരു സ്ഥലത്ത് ഫിക്സ് ചെയ്ത് ഫസ്റ്റ്, എന്നിട്ട് ആ സെയിം ലെങ്ത്തിൽ വരച്ച് ആ ലെങ്ത്ത് തന്നെ ഇവിടെയും എന്താണ് ആ ലെങ്ത്ത് തന്നെ കണ്ടിന്യൂ ചെയ്ത് സെയിം ഡിസ്റ്റൻസിലാണ് പോകുന്നത്. കണ്ട, ഇങ്ങനെ വരയ്ക്കുന്നു. ഇവിടെ ഫിക്സ് ചെയ്തിട്ട് ഇവിടെയാണ് നമ്മൾ കോമ്പസ് ഫിക്സ് ചെയ്യുന്നതെന്ന് വിചാരിച്ചോ. ഇനി ഈ ഇങ്ങനെ വരച്ച് പോകുന്ന എന്തായിരിക്കണോ? സെയിം മിസ്സിൻ്റെ ടൈമിൽ കംപ്ലീറ്റ് ആയിട്ടില്ല. ഓക്കെ, അത് ഇങ്ങനെ കംപ്ലീറ്റ് ആയിരിക്കണേ. ഈ കംപ്ലീറ്റ് സെയിം ഡിസ്റ്റൻസിലായിരിക്കണം. ഓക്കെ, ഇവിടെ എന്ത് പറയുന്നുണ്ട്?
When drawing a circle, we keep its needle fixed at a point. നമ്മൾ സർക്കിൾ വരക്കുമ്പോൾ എന്ത് ചെയ്യണം? നീഡിൽ ഒരു പോയിന്റിൽ ഫിക്സ്ഡ് ചെയ്യണം. ആൻഡ് ദെൻ ഡ്രോ വിത്ത് ദ പെൻസിൽ അറൗണ്ട് ഇറ്റ്. എന്നിട്ട് എന്ത് വേണം? ആ പെൻസിലാണ് നമ്മൾ റൗണ്ട് ചെയ്യേണ്ടത്. ത്രൂ ഔട്ട് ദിസ് റൗണ്ട് ടിപ്പ് ദ പെൻസിൽ പോയിന്റ് ഇസ് ദ സെയിം ഡിസ്റ്റൻസ് ഫ്രം ദ നീഡിൽ പോയിന്റ്. നമ്മൾ ആ നീഡിൽ ഫിക്സ് ചെയ്തിട്ട് ഇവിടെ ഫിക്സ് ചെയ്തിട്ട് ഇവിടെ ഫിക്സ് ചെയ്തിട്ട് ഈ പെൻസിൽ ഇങ്ങനെ കറക്കുമ്പോൾ ത്രൂ ഔട്ട് എന്തായിരിക്കണം? സെയിം ഡിസ്റ്റൻസ് ആയിരിക്കണം എന്നാണ് പറയുന്നത്. ഓക്കെ അല്ലേ? അത് നമ്മൾ എങ്ങനെ മാത്തമാറ്റിക്കൽ ലാംഗ്വേജിൽ പറയാം? മാത്തമാറ്റിക്കൽ ലാംഗ്വേജിൽ പറയുമ്പോൾ സിമ്പിളായിട്ട് എന്താ പറയുക? എ സർക്കിൾ ഇസ് എ പാത്ത് ട്രേസ്ഡ് ബൈ എ പോയിന്റ് മൂവിങ് അറ്റ് ദ സെയിം ഡിസ്റ്റൻസ് ഫ്രം എ ഫിക്സ്ഡ് പോയിന്റ്. ഒരു ഫിക്സ്ഡ് പോയിന്റിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യും? ഒരു മൂവിങ് പോയിന്റ്, സർക്കിൾ ഇസ് എ പാത്ത്, ഒരു പാത്താണെന്ന് പറയുന്നത്. ട്രേസ്ഡ് ബൈ എ പോയിന്റ് മൂവിങ് അറ്റ് ദ സെയിം ഡിസ്റ്റൻസ്. ഒരു ഫിക്സ്ഡ് പോയിന്റിൽ നിന്ന് സെയിം ഡിസ്റ്റൻസിൽ മൂവ് ചെയ്യുന്ന ഒരു പോയിൻ്റാണ് സർക്കിൾ എന്നാണ് ഇവർ പറയുന്നത്. ഓക്കെ അല്ലേ? ഇനി എന്താ? സർക്കിൾ ഈസ് ദ നെയിം ഓഫ് ദ റൗണ്ട് ഷേപ്പ്. എന്ത് ഷേപ്പാണ്? നമ്മൾ കോമൺലി പറയൂലേ റൗണ്ട് ഷേപ്പാന്ന്, വള അങ്ങനെയൊക്കെ പറയൂലേ. അപ്പോൾ സർക്കിൾ എന്ത് ഷേപ്പാണ്? റൗണ്ട് ഷേപ്പാണ്. ഓക്കെ. ദ മാത്തമാറ്റിക്കൽ ലാംഗ്വേജിൽ എന്താണ്? സർക്കിൾ ഈസ് എ റൗണ്ട് ഷേപ്പ്. അപ്പോൾ ആ റൗണ്ട് ഷേപ്പായ സർക്കിളിന് എന്തുണ്ട്? കുറച്ച് പ്രോപ്പർട്ടീസ് ഉണ്ട്. അപ്പം നിങ്ങൾക്ക് പഠിക്കാനായിട്ട് സിമ്പിളായിട്ടുള്ള 2 പ്രോപ്പർട്ടീസാണ് പറയുന്നത്. ഒന്നാമത്തേത് എന്താ പറയുന്നത് അറിയോ? ഇവിടെ ഒന്നാമത്തേത് ഇതാണ്. ഈ പ്രോപ്പർട്ടി അല്ലേ? ദ അൺമൂവിങ് പോയിന്റ് ഇൻ ദ മിഡിൽ ഈസ് കോൾഡ് ദ സെൻറ്റർ ഓഫ് ദ സർക്കിൾ. ഈ സെൻറ്റർ ഉണ്ടോ? മൂവിങ് ചെയ്യാത്ത പോയിന്റ് ഇൻ ദ മിഡിലുള്ള മൂവിങ് ചെയ്യാത്ത പോയിന്റിന് എന്ത് പറയുന്നത്? സെൻറ്റർ ഓഫ് എ സർക്കിൾ എന്ന് പറയുന്നത്. ഈ പോയിന്റിനാണ് സെൻറ്റർ പറയുന്നത്. ഈ സെൻറ്റർ ഉണ്ടോ? ഈ സെൻറ്ററാന്ന് പറയുന്നത് അവിടെ എഴുതിയിട്ടുണ്ട്, സെൻറ്റർ ഓഫ് എ സർക്കിൾ. ആ സർക്കിളിൻ്റെ സെൻറ്റർ നമ്മൾ എവിടെയാണോ ആ കോമ്പസ് വെച്ച് വരക്കുമ്പോൾ കോമ്പസ് ഫിക്സ് ചെയ്യുന്നത്, ആ പോയിന്റിനാണ് പറയുന്നത് സെൻറ്റർ. രണ്ടാമത്തെ പ്രോപ്പർട്ടി എന്താ? The unchanging distance between the unmoving point and the rotating point is called the radius of the circle. Radius of circle എന്താണെന്നാണ് പറയുന്നത്? അൺചേഞ്ചിങ് ഡിസ്റ്റൻസ്, മാറാത്ത ഡിസ്റ്റൻസ്, ചേഞ്ച് ചെയ്യാത്ത ഡിസ്റ്റൻസ് ബിറ്റ്വീൻ, ഏതൊക്കെ തമ്മിൽ? ബിറ്റ്വീൻ ദ അൺമൂവിങ് പോയിന്റ്. അൺമൂവിങ് പോയിന്റ് എന്ന് വെച്ചാൽ നമ്മുടെ സെൻറ്റർ, ഈ സെൻറ്ററും ആൻഡ് ദ റൊട്ടേറ്റിംഗ് പോയിന്റ്, ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്ന ഈ പോയിന്റിലെ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്ന ഈ പോയിന്റ്, ആ പോയിന്റും തമ്മിലുള്ള ഡിസ്റ്റൻസിനാണ് പറയുന്നത് റേഡിയസ് എന്ന് പറയുന്നത്. എന്താ പറയുന്നത്? റേഡിയസ് ഓഫ് ദ സർക്കിൾ. അപ്പോൾ റേഡിയസ് ഓഫ് ദ സർക്കിൾ എന്ന് പറഞ്ഞാൽ എന്താ? സെൻറ്ററും ആ സർക്കിൾ വരച്ച് ട്രേസ് ചെയ്തിരിക്കുന്ന ആ പോയിന്റിൽ, ആ പോയിന്റും തമ്മിലുള്ള ഡിഫറൻസ്. അപ്പോൾ അതെന്തായിരിക്കും? ആ സർക്കിൾ കംപ്ലീറ്റ് ഇവിടത്തേക്ക് നോക്കിയാലും സെയിം ഡിസ്റ്റൻസ് ആയിരിക്കും, ഇവിടത്തേക്ക് നോക്കിയാലും സെയിം ഡിസ്റ്റൻസ് ആയിരിക്കും. സർക്കിളിൻ്റെ ഏത് പോയിന്റിലേക്ക് വരച്ചാലും എന്തായിരിക്കും? സെയിം ഡിസ്റ്റൻസ് ആയിരിക്കും. അപ്പോൾ റേഡിയസ് എന്താ? റേഡിയസ് ഓഫ് സർക്കിൾ എന്ന് പറയുന്നത് ആ സർക്കിളിൽ എല്ലാ സ്ഥലത്തും സെയിം ആയിരിക്കും. ഓക്കെ. സോ ഹൗ ഡു വി ഡ്രോ എ സർക്കിൾ ഓഫ് റേഡിയസ് 4 സെൻറ്റിമീറ്റർ? 4 സെൻറ്റിമീറ്റർ ഉള്ള സർക്കിൾ എങ്ങനെ വരക്കുന്ന പറയുന്നത്. നമ്മൾ അതിന് ആദ്യം എന്ത് ചെയ്യണം? 4 സെൻറ്റിമീറ്റർ കോമ്പസ് വെച്ചിട്ട് സ്കെയിലിൽ അളന്നെടുക്കണം. കോമ്പസിൻ്റെ നീഡിൽ ഫസ്റ്റ് നമ്മൾ 0 വെച്ചിട്ട് 4 വരെ അളന്നെടുക്കാം. ആ അളന്നെടുത്തിട്ട് ആ നീഡിൽ നമ്മൾ സെൻറ്ററിൽ എന്താക്കണം? ഇതുപോലെ ഇവിടെ സെൻറ്ററിൽ ആ കോമ്പസ് ഫിറ്റ് ചെയ്യാം. എന്നിട്ട് നമ്മൾ അളന്നെടുത്ത ഇതില്ലേ, അളന്നെടുത്ത ഡിസ്റ്റൻസ് അവിടെ വെച്ചിട്ട് ഇങ്ങനെ വരക്കാം. ഓക്കെ. അത് വരക്കുന്ന ഞാനൊരു വീഡിയോ കാണിച്ചു തരാം കേട്ടോ. ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം? ഒരു സ്കെയിൽ വെച്ചിട്ട് അതിൽ 4 സെൻറ്റിമീറ്റർ അളന്നെടുക്കണം. ഓക്കെ. എന്താ കോമ്പസ് ഒരു സ്ഥലത്ത് വെച്ച് 4 സെൻറ്റിമീറ്റർ അളന്നെടുക്കണം. ഓക്കെ. ഈ മെഷർമെൻറ്റിൽ കോമ്പസ് ഒരു സ്ഥലത്ത് ഫിക്സ് ചെയ്തുകൊണ്ട് ഈ പെൻസിൽ മാത്രം റൊട്ടേറ്റ് ചെയ്യണം. ഓക്കെ. നിങ്ങൾക്ക് കാണുന്നുണ്ടോ? പെൻസിൽ മാത്രം റൊട്ടേറ്റ് ചെയ്തുകൊണ്ട് വേണം വരക്കാൻ. ആ ഫിക്സ്ഡ് പോയിന്റ് അവിടുന്ന് ചേഞ്ച് ചെയ്യാൻ പാടില്ല. ഓക്കെ.
ഇപ്പോൾ നമുക്ക് എന്തായി ഒരു 4 സെൻറ്റിമീറ്റർ ഉള്ള ഒരു സർക്കിൾ കിട്ടി. മനസ്സിലായോ? ഇങ്ങനെ വരച്ചത് എന്ന് മനസ്സിലായോ കൂട്ടുകാർക്ക്? അപ്പോൾ എല്ലാവരും വരക്കുന്ന വീഡിയോ കണ്ടില്ല എങ്ങനെയാണ് കോമ്പസ് യൂസ് ചെയ്ത് വരക്കുന്നതെന്ന്. ഇനി എന്താ നമ്മൾക്ക് പഠിക്കാനുള്ളത്? Now let's see how we can create pictures by drawing many circles. ഈ ഒരുപാട് സർക്കിൾസ് വരച്ചിട്ട് എങ്ങനെയാണ് നല്ല പിക്ചേഴ്സ് ഉണ്ടാക്കാം. വെറും സർക്കിൾസ് മാത്രമല്ല, സർക്കിൾസിനെ കൊണ്ട് വേറെ പല മോഡലുകളും ഉണ്ടാക്കുന്നുണ്ട്. നിങ്ങൾ അങ്ങനത്തെ പല മോഡലുകളൊക്കെ ഉണ്ടാക്കാൻ ശ്രമിച്ച് നോക്കണം കേട്ടോ. ഇവിടെ ഇപ്പോൾ ഒരു മോഡൽ നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. ഡ്രോ എ ലൈൻ നോട്ട് ടു ലോങ്, അത്ര വലുതല്ലാത്തൊരു ലൈൻ. ഡ്രോ സർക്കിൾസ് വിത്ത് ദ എൻഡ് പോയിൻറ്റ്സ് ഓഫ് ദ ലൈൻ. എന്ത് വേണം? അതിൻ്റെ എൻഡ് പോയിൻറ്റിൽ നിന്ന് നമ്മൾ സർക്കിൾസ് വരക്കണം. എങ്ങനെയുള്ള സർക്കിൾസ്? ഇതാ ഇവിടെ ഈ ലൈൻ വരച്ച് കഴിഞ്ഞാൽ ആ ലൈൻ്റെ ഈ പോയിൻറ്റിൽ കോമ്പസ് കുത്തിയിട്ട് ഒരു സർക്കിൾ വരക്കാം. ഈ സർക്കിൾ കിട്ടും. ഈ സർക്കിൾ കിട്ടും, ഈ റൈറ്റ് സൈഡിലുള്ള സർക്കിൾ. അതേപോലെ ഈ ലൈനിൻ്റെ ഇപ്പുറത്ത് ലെഫ്റ്റ് പോയിൻറ്റിൽ എന്ത് ചെയ്യുക? കോമ്പസ് കുത്തിയിട്ട് ഒരു സർക്കിൾ വരക്കുക. ഇവിടെ കുത്തിയിട്ട് വരക്കുക. നേരം എന്താ നമുക്ക് ഈ സർക്കിളാണ് കിട്ടുക. അപ്പോൾ ആ രണ്ട് സർക്കിളും എന്താ ജോയിൻ്റ് ആയിട്ടാണല്ലോ ഉള്ളത്. ഇനി എന്ത് വേണം? ആ ജോയിൻ്റ് ആയിട്ടുള്ള ഇതില്ലേ, ആ പോർഷൻസുകൾ ഇതിങ്ങനെ കൂട്ടി യോജിപ്പിക്കാം. എന്ത് വേണം? ഒരു ടീച്ചർക്ക് ഇങ്ങനെ വരക്കാൻ പറ്റുള്ളൂ കേട്ടോ. ഇത് ഇറേസ് ചെയ്യാൻ പറ്റുന്നില്ലേ. ഇങ്ങനെ കൂട്ടി യോജിപ്പിക്കാം. ഓക്കെ അല്ലേ? 1 മിനിറ്റ്. ഇറേസ് ചെയ്യാൻ പറ്റുമോ നോക്കട്ടെ, നല്ല ഭംഗിയിൽ വരക്കാൻ. 1 മിനിറ്റ്. ഓക്കെ. എന്താണ് ഫസ്റ്റ് നമ്മൾ വരച്ചത് ഇതിൻ്റെ എൻഡ് വെച്ചിട്ടല്ലേ വരച്ചത്. ഇനി ആ ലൈനുകൾ തമ്മിൽ ഇങ്ങനെ കൂട്ടി ആവുന്നില്ല കേട്ടോ. ഇങ്ങനെ കൂട്ടി യോജിപ്പിക്കുക. ഇവിടെ കാണിച്ചു തരാം. ഈ പിക്ചറിൽ കാണുന്നത് പോലെ കൂട്ടി യോജിപ്പിച്ചാൽ മതി. പിക്ചറിൽ കാണുന്നത് പോലെ യോജിപ്പിക്കുക. നൗ ട്രൈ കളറിങ് ദ പിക്ചർ ആസ് ഗിവൺ ബിലോ. എന്നിട്ട് എന്താ പറയുന്നത്? ഇവിടെ തന്നിരിക്കുന്ന പോലെ കളർ ചെയ്യാൻ. അപ്പം നമുക്ക് എന്ത് കിട്ടി? നല്ലൊരു ഇമേജ് കിട്ടി അല്ലേ? സർക്കിളിൻ്റെ സെൻറ്ററിലൊരു നമ്മളെ റെക്റ്റാങ്കിളൊക്കെ വേറൊരു മോഡലിലുള്ള റെക്റ്റാങ്കിൾ അല്ലേ? അതിൻ്റെ പേര് നിങ്ങൾ പിന്നീട് പഠിക്കും കേട്ടോ. വേറൊരു മോഡലിലുള്ള റെക്റ്റാങ്കിൾ പോലെ നമുക്കൊരു ഷേപ്പ് കിട്ടി. ഓക്കെ. ഇനി എന്താ പറയുന്നത്? ലെറ്റ്സ് ട്രൈ അനദർ വൺ. അതുപോലെ വീണ്ടും നിങ്ങളോട് ട്രൈ ചെയ്യാനാണ് പറയുന്നത്. ഡ്രോ 2 സർക്കിൾ ആസ് ബിഫോർ. നമ്മളിപ്പോൾ എന്താ വരച്ചത്? 2 സർക്കിൾ വെച്ചിട്ടുള്ള ഒരു പിക്ചറല്ലേ വരച്ചത്. ഇനി അതേപോലെ എന്താണോ വേറൊരു പിക്ചർ. ഇത് 3 സർക്കിൾസ് വരുന്നത്. എക്സ്റ്റെൻഡ് ദ ലൈൻ ടു ദ റൈറ്റ് ടിൽ ഇറ്റ് മീറ്റ് ദ സർക്കിൾ ഓൺ ദ റൈറ്റ് വിത്ത് ദിസ് പോയിന്റ് ആസ് സെൻറ്റർ. ഡ്രോ അനദർ സർക്കിൾ. അപ്പോൾ ഇവിടെ എന്താ നമ്മൾ നേരത്തെ വരച്ചില്ല അതേപോലെ ഒരു ലൈൻ വരക്കാം. 1 മിനിറ്റ്. ഒരു ലൈന് വരച്ചു. ഈ ഒരു ലൈൻ. ആ ലൈൻ 2 സർക്കിൾ ആസ് ബിഫോർ. മുമ്പ് വരച്ച പോലെ ഈ ഒരു പോയിന്റിൽ വെച്ചിട്ട് ഒരു സർക്കിൾ, ഈ സർക്കിൾ വരക്കാം. ഇപ്പത്തെ ഈ ലെഫ്റ്റിലെ പോയിന്റിൽ വെച്ചിട്ട് ഈ ഒരു സർക്കിൾ വരക്കാം. എന്നിട്ട് എന്താണ് ചെയ്യുന്നത്? എക്സ്റ്റെൻഡ് ദ ലൈൻ ടു ദ till it meets circle on the right with this point as the center. Draw another circle. അതിൻ്റെ സെൻറ്ററിൽ വെച്ചിട്ട് വേറൊരു സർക്കിളും കൂടി വരക്കുക. ആ 2 പോയിന്റ് മീറ്റ് ചെയ്യുന്ന ഈ സെൻറ്ററില്ലേ, ഈ സെൻറ്റർ ഈ സെൻറ്റർ എടുത്തിട്ട് അവിടെ കോമ്പസ് വെച്ചിട്ട് ഒരു സർക്കിളും കൂടി വരക്കാം. ഓക്കെ. ആ ഒരു സർക്കിളും കൂടി വരക്കാനാണ് പറയുന്നത്. അപ്പോൾ എന്തായി? 3 സർക്കിൾ ഇട്ടില്ലേ? അതായത് ഈ പോയിന്റിൽ വെച്ചിട്ട് ഒരു സർക്കിൾ വരച്ച്, അതായത് ലെഫ്റ്റ് പോയിന്റിൽ വെച്ചിട്ടും ഒരു സർക്കിൾ വരച്ച്, ഇത് രണ്ടും മീറ്റ് ചെയ്യുന്ന ഈ പോയിന്റ് വെച്ചിട്ട് ഒരു സർക്കിൾ വരച്ച്. അപ്പോൾ എന്തായി? 3 സർക്കിൾസ് കിട്ടി. യു ക്യാൻ ഇറൈസ് ദ ഫസ്റ്റ് ലൈൻ നൗ. അപ്പോൾ എന്നിട്ട് എന്താ പറയുന്നത്? ഈ ഫസ്റ്റിലത്തെ ഈ ലൈനില്ലേ, അത് ഇറേസ് ചെയ്യാനാണ് പറഞ്ഞത്. നമ്മൾ ഫസ്റ്റ് വരച്ച ലൈന് ഇറേസ് ചെയ്ത് കളയാം.
Do you see 4 points where the circle in the middle is cut by other two? Joining all these points gives the picture legs. എന്നിട്ട് എന്താ പറയുന്നത്? ഈ നമ്മൾക്ക് ഇവരുടെ തന്നിട്ടുള്ള പിക്ചറിലെ പോലെ ജോയിൻ ചെയ്യുക. എവിടെയൊക്കെയാണോ ഈ 2 പോയിന്റുകൾ തമ്മിൽ വരുന്നത്, 2 സർക്കിൾസ് ജോയിൻറ്റ് ചെയ്യുന്ന അവിടെയെല്ലാം വെച്ചിട്ട് വരക്കാനാണെന്ന് പറയുന്നത്. എങ്ങനെ വരക്കാനാണ് പറയുന്നത്? ഇതാ ഇങ്ങനെ ആദ്യം ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് വരക്കാം. ഇത് 2 സർക്കിൾസ് ജോയിൻറ്റ് ചെയ്യുന്ന അവിടെ ഒരു ലൈൻ വരക്കാം. എന്നിട്ട് അവിടുന്ന് എന്താക്കാം, അവിടുന്ന് ഈ സർക്കിൾസിൻ്റെ സെൻറ്ററിലേക്ക് വരക്കാം. ഇവിടെ കാണിക്കുന്ന പോലെ വരക്കാം. അപ്പോൾ നമുക്ക് ഏത് ഷേപ്പാണ് കിട്ടുന്നത് നോക്കാം അല്ലേ. വിത്ത് വൺ ഓഫ് ദ 6 പോയിൻ്റ് ഓൺ ദ മിഡിൽ circle as center and without changing the radius used till now. Draw a piece of circle within the middle circle as given below. ഇവിടെ തന്നിരിക്കുന്ന പോലെ വരക്കാനാണ് പറഞ്ഞത്. അപ്പോൾ എന്ത് ചെയ്യാൻ, ഞാനിപ്പോൾ ഇവിടെ വരച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകില്ല. അപ്പം ഞാൻ വരക്കുന്ന ഒരു വീഡിയോ കാണിച്ചു തരാം കേട്ടോ. ഓക്കെ അല്ലേ, ഞാൻ വരച്ചിട്ടുള്ളൊരു വീഡിയോ കാണിച്ചു തരാം. അതേപോലെ കുറച്ച് പിക്ചർ തന്നിട്ട് അതേപോലെ നിങ്ങളോട് വരച്ച് ട്രൈ ചെയ്യാനാണ് പറയുന്നത്. നിങ്ങളെ ബുക്കിലേക്ക് വരച്ചിട്ട് കളർ ചെയ്യാനാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഈ ചാപ്റ്റർ, കുഞ്ഞു ചാപ്റ്റർ അല്ലേ. അപ്പോൾ ഒരുപാട് ഷേപ്സ് വരക്കാനും വേണ്ടിയിട്ട് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. നിങ്ങളതൊക്കെ വരച്ചിട്ട് നോക്കൂലേ, ട്രൈ ചെയ്യൂലല്ലോ. ഓക്കെ, താങ്ക് യു.